ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തിയാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ആളുകൾ ഈ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവർ രോഗശാന്തി, അതിരുകൾ, സമാധാനം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒടുവിൽ പോയതിനു ശേഷം വരുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് അവരൊരിക്കലും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരാളെ വേർപെടുത്തിയാൽ അവർ പ്രതികരിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. നിങ്ങൾ അവർക്കായി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അവർ പെട്ടെന്ന് ഓർമ്മിക്കും. പക്ഷേ നിങ്ങൾ പോയതിനു ശേഷം മാത്രമേ അവർ പഴയ സംഭാഷണങ്ങൾ, പഴയ ഓർമ്മകൾ, പഴയ തെറ്റുകൾ എന്നിവ വീണ്ടും ആവർത്തിക്കൂ. നിങ്ങളിലേക്ക് പ്രവേശനം നഷ്ടപ്പെട്ട കൃത്യമായ നിമിഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെയാണത് കുഴപ്പത്തിലാക്കുന്നത്. അവർ ആളുകളോട് സത്യം പറയില്ല. അവർ അനാദരവ്, നുണകൾ, കൃത്രിമത്വം, അശ്രദ്ധ എന്നിവയെക്കുറിച്ച് സംസാരിക്കില്ല. നിങ്ങൾ എത്ര തവണ അവരോട് ക്ഷമിച്ചു, എത്ര തവണ നിങ്ങളവർക്ക് നിങ്ങൾക്കായി ലാഭിക്കേണ്ട അവസരങ്ങൾ നൽകിയെന്ന് അവർ പറയില്ല. നിങ്ങളൊരാളെ വേർപെടുത്തുമ്പോൾ അവരെ നിരപരാധികളായി തോന്നിപ്പിക്കുന്നതും നിങ്ങളെ ക്രൂരനായി തോന്നിപ്പിക്കുന്നതുമായ കഥയുടെ ഭാഗം മാത്രമേ അവർ പറയൂ. നീ മാറിപ്പോയി എന്നവർ പറയും. ഒരു ദിവസം നീ ഉണർന്ന് ഒരു കാരണവുമില്ലാതെ നടന്നുപോയി എന്നവർ പറയും. എന്നാൽ നീ കാരണം കരഞ്ഞ രാത്രികളെക്കുറിച്ച് അവരൊരിക്കലും പരാമർശിക്കില്ല. നീ പരിശ്രമത്തിനായി യാചിച്ച സമയങ്ങൾ, നിനക്ക് അദൃശ്യമായി തോന്നിയ നിമിഷങ്ങൾ, നീ വളരെയധികം ആവശ്യപ്പെടുന്നതുപോലെ പെരുമാറിയപ്പോൾ നീ ബന്ധം ഒറ്റയ്ക്ക് കൊണ്ടു നടന്ന ദിവസങ്ങൾ. നീ ശ്രവിച്ചു എന്നവർ പറയില്ല. നീ ബന്ധത്തിനായി പോരാടി എന്നവർ പറയില്ല. അവരൊരിക്കലും വിലമതിച്ചതിൽ കൂടുതൽ നീ അവരെ സ്നേഹിക്കുന്നു എന്നവർ പറയില്ല. കാരണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതിനർത്ഥം പാലം കത്തിച്ചതിന്റെ കാരണം തങ്ങളാണെന്ന് സമ്മതിക്കുകയാണ്. ചില ആളുകളുടെ അഹങ്കാരം സത്യത്തെ നേരിടാൻ കഴിയാത്തത്ര ദുർബലമാണ്. എന്നാൽ ആളുകൾ മറക്കുന്ന ഭാഗം ഇതാണ്: ഒരാളെ വെട്ടിമുറിക്കുന്നത് കോപത്തിന്റെ പ്രവൃത്തിയല്ല, അത് ആത്മാഭിമാനത്തിന്റെ പ്രവൃത്തിയാണ്. കുഴപ്പത്തേക്കാൾ സമാധാനം തിരഞ്ഞെടുക്കലാണ്. ചരിത്രത്തേക്കാൾ സൗഖ്യമാക്കൽ, കുറ്റബോധത്തേക്കാൾ വളർച്ച. അതെ, അവർ നിങ്ങളെ വില്ലനായി ചിത്രീകരിക്കാൻ ശ്രമിക്കും. അവർ കഥ വളച്ചൊടിക്കും. അവരുടെ അഭിമാനം സംരക്ഷിക്കുന്ന കഥയുടെ പതിപ്പാണ് അവരെപ്പോഴും പറയുന്നതെന്നതിനാൽ കേൾക്കുന്ന ആരിൽ നിന്നും അവർക്ക് സഹതാപം ലഭിക്കും. എന്നാൽ നിങ്ങൾ ആരോടും പ്രതിരോധം പറയേണ്ടതില്ല. നിങ്ങൾ ആരോടും വിശദീകരണം നൽകേണ്ടതില്ല. നിങ്ങളുടെ സമാധാനം അവരുടെ വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. കാരണം നിങ്ങളൊരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ നിങ്ങളൊരു ബന്ധം അവസാനിപ്പിക്കുന്നില്ല, നിങ്ങളൊരു ചക്രം അവസാനിപ്പിക്കുകയാണ്. വേദനയുടെയും അനാദരവിന്റെയും നിരാശയുടെയും, നിങ്ങളല്ലാത്തപ്പോൾ നിങ്ങൾ കുഴപ്പമില്ലെന്ന് നടിക്കുന്നതിന്റെയും ഒരു ചക്രം. സത്യം ലളിതമാണ്: നീ അവരെ നഷ്ടപ്പെടുത്തിയില്ല. നിന്റെ ഏറ്റവും മികച്ച പതിപ്പിലേക്ക് അവർക്ക് പ്രവേശനം നഷ്ടപ്പെട്ടു. അവർ സംസാരിക്കട്ടെ, അവർ വളച്ചൊടിക്കട്ടെ. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നീ എന്തിനാണ് അകന്നുപോയതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അവർ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ആരും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നീ ഒരാളെ വിച്ഛേദിക്കുമ്പോൾ നിന്റെ നിശബ്ദത നിനക്കൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത എല്ലാ വാദങ്ങളെക്കാളും ഉച്ചത്തിലാകുന്നു. അതവരെ അവരുടെ തിരഞ്ഞെടുപ്പുകളുമായി, അവർ ഒഴിവാക്കാൻ ശ്രമിച്ച സത്യവുമായിരിക്കാൻ നിർബന്ധിക്കുന്നു. ആ നിശബ്ദത അവരെ ലോകത്തിനു മുന്നിലല്ല, മറിച്ച് അവരിലേക്ക് തന്നെ തുറന്നുകാട്ടുന്നു. അവർ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നീ അവരെ എങ്ങനെ പരിശോധിച്ചിരുന്നു? ബന്ധം എങ്ങനെ ഒരുമിച്ച് നിർത്തുന്നു എന്നതിൽ നീ എപ്പോഴും എങ്ങനെയായിരുന്നു? അത് അപ്രത്യക്ഷമാകുന്നതുവരെ അവർ ഒരിക്കലും വിലമതിക്കാത്ത സ്ഥിരത നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു. നീ സംസാരിച്ചിരുന്ന ആളുകളിലേക്ക് അവർ എത്തിച്ചേരാൻ തുടങ്ങുന്നു. നീ എന്താണ് ചെയ്യുന്നതെന്ന്, നീ ആരോടൊപ്പമാണ്, നീ മാറിയിട്ടുണ്ടെങ്കിൽ, നീ അവരെ മിസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അവരെ ഏറ്റവും വേദനിപ്പിക്കുന്നത് നിന്റെ അഭാവമല്ല, അവരില്ലാതെ നിങ്ങൾ സുഖമായിരിക്കുന്നുവെന്ന് ഇത് മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ തിരിച്ചുവരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. നിങ്ങൾ ആദ്യം തകരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കവരെ ആവശ്യമുണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തപ്പോൾ, നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ, നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നൽകാത്ത സമാധാനത്തിൽ നിങ്ങൾ തിളങ്ങുമ്പോൾ അതവരെ ഉലയ്ക്കുന്നു. പെട്ടെന്ന് കഥ മാറുന്നു. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് അവർ എപ്പോഴും പ്രശ്നം അവരാണോ എന്ന് നിശബ്ദമായി ചിന്തിക്കുന്നതിലേക്ക് മാറുന്നു. ചിലർ അവർ മാറിയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ അവരെ അനുവദിക്കുന്ന അവരുടെ പതിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് തിരിച്ചുവരാൻ ശ്രമിക്കുന്നത്. ചിലർ ഒന്നും സംഭവിച്ചില്ലെന്ന് നടിക്കും, അവരുടെ അശ്രദ്ധയാൽ നിങ്ങളുടെ ഹൃദയം മുറിവേറ്റിട്ടില്ലെന്ന്. ചിലർ നിങ്ങളെ വീണ്ടും കുഴപ്പത്തിൽ വലിച്ചിടാൻ, നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. കാരണം കുഴപ്പങ്ങൾ മാത്രമാണ് അവർക്ക് ശക്തിയുള്ളതായി തോന്നുന്നത്. എന്നാൽ നിങ്ങൾ ഒരാളെ വിച്ഛേദിച്ച് യഥാർത്ഥത്തിൽ സുഖപ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. അവരാരായിരുന്നു, നിങ്ങളാരായിരുന്നു, ബന്ധം സജീവമായി നിലനിർത്താൻ നിങ്ങൾ എത്രമാത്രം ചുരുങ്ങേണ്ടി വന്നു എന്ന് നിങ്ങൾ കാണുന്നു.
പിന്നെ നിങ്ങൾ ശക്തമായ എന്തോ ഒന്ന് തിരിച്ചറിയുന്നു. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. നിങ്ങൾ അതിനെ മറികടന്നു. നിങ്ങളുടെ ഹൃദയത്തോട് പൊരുത്തപ്പെടാൻ ഒരിക്കലും തയ്യാറാകാത്ത ആളുകളുടെ വേദന, ചക്രങ്ങൾ, ഒഴുകുകഴിവുകൾ, പതിപ്പുകൾ എന്നിവയെല്ലാം നിങ്ങൾ മറികടന്നു. നിങ്ങൾ മുമ്പ് നിറച്ചിരുന്ന ഇടത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്കൊടുവിൽ സത്യം മനസ്സിലാകും. അവർക്കൊരു വ്യക്തിയെ മാത്രമല്ല നഷ്ടമായത്, അവർക്കൊരു അനുഗ്രഹം നഷ്ടപ്പെട്ടു. അവർക്ക് വിശ്വസ്തത നഷ്ടപ്പെട്ടു. അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു. ഈ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ഒരു സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ കഥ അങ്ങനെ പറയുന്നത്. കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരാളെ നഷ്ടപ്പെട്ടു എന്ന് സമ്മതിക്കുക എന്നതർത്ഥം തങ്ങളാണ് കാരണമെന്ന് സമ്മതിക്കുക എന്നതാണ്. അവർ ഒരിക്കലും ഉറക്കെ പറയില്ല. കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.